ഹായ് ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബ്രൂസ്ലി PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു PYQ സീരീസിൻ്റെ വീഡിയോസുമായിട്ടാണ് വന്നേക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്നത്തെ ദിവസം നൽകാനായിട്ട് പോകുന്നത്. കുറേശ്ശെ പഠിച്ച് ഒരു ലെവലിൽ നിന്ന് നമ്മൾ ഒരു റാങ്ക് ഫയൽ ലെവലിലേക്ക് നമ്മുടെ അറിവിനെ വളർത്തിയെടുക്കുക. അത് നമുക്ക് PSC പരീക്ഷകളിൽ എഴുതുന്ന സമയത്ത് ഉറപ്പായിട്ടും പ്രയോജനപ്പെടണം. ആ ഒരു രീതിക്കാണ് ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും കുറേശ്ശെയാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടിക്കൊള്ളണം. ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ PSC എക്സാമുകളിൽ ഇനി വരുന്ന എഴുതാൻ പോകുന്ന എക്സാമുകളിലെല്ലാം തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഇത് പ്രയോജനപ്പെടുന്നതായിരിക്കും. പിന്നെ എല്ലാ പ്രാവശ്യവും പറയും പോലെ തന്നെ ഒരു പ്രത്യേക നോട്ട് നിങ്ങൾ കരുതി വെക്കുക. ആ നോട്ടിൽ നിങ്ങൾക്ക് അറിയാത്ത പോയിൻറ്റ്സ് എല്ലാം തന്നെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അത് പിന്നെ നിങ്ങൾക്ക് നല്ലൊരു റിവിഷന് സഹായകമാകും. വീഡിയോ കാണുന്നവർ ഇവിടെ ഒരു ഹാജർ കൂടെ ഇടുക. ആരൊക്കെയാണ് ക്ലാസ് കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ കൊണ്ട് മാത്രമാണ് എല്ലാവരും ഹാജരിടണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു വർഷം തന്നെ എല്ലാവരും ഒരു ജോലിയിൽ കയറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യവും അവയുടെ ഉത്തരവും റിലേറ്റഡ് ഫാക്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ ഈ തെറ്റായ പ്രസ്താവന എന്ന ഭാഗം ഒന്ന് അടിവരച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട തെറ്റായ പ്രസ്താവനയാണ്. ഒന്നാമത്തത്, ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ബീഹാറിൽ അറയിൽ വിപ്ലവം നയിച്ചത് കൺവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണോ? അത് തെറ്റാണല്ലേ. അപ്പോൾ ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് ആരാണ്? മൗലവി അഹമ്മദുള്ള. ഓക്കെ, ഫൈസാബാദ് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിലെ വിപ്ലവം നയിച്ചത്. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ള. എന്നാൽ ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണോ? തെറ്റാണ്. ലക്നൗ ബീഗം ഹസ്രത്ത് മഹലാണ്. ഓക്കെ, ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 1ഉം 2ഉം ഇവിടെ എല്ലാം എന്ന് കൊടുത്തിട്ടില്ല, മേൽപ്പറഞ്ഞവയെല്ലാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ബീഹാറിൽ ആരാണ്? കൺവർ സിംഗ് ആണ്. ബീഹാറിൽ കൺവർ സിംഗ് ആണ് നയിച്ചത്. അത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണല്ലേ. അതുപോലെ ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. അപ്പോൾ ബീഹാറിലെ ആറയിൽ വിപ്ലവം നയിച്ചത് കൺവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ടിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ എ 1ഉം 2ഉം ആണ് തെറ്റായ പ്രസ്താവന. ഇതിലപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒരിക്കൽ കൂടെ പറയാം, ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഹാറിലാണ് കൺവർ സിംഗ്. ബീഹാറിലെ ആരയിലാണ്? ബീഹാറിലെ ആറയിൽ കൺവർ സിംഗ് ആണ്. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ. ബറേലിയിൽ ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. രണ്ടാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? 1, തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812. ശരിയാണ്. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812. ശരിയാണ്. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845. അതും ശരിയാണ്. അപ്പോൾ ശരിയായ പോയിന്റ്സ് ആണ്. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845. ഇനി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഇതാണ്. 1837 തിരുവിതാംകൂർ സർവകലാശാല രൂപീകൃതമായത് 1937. ഓക്കെ, 1937 തിരുവിതാംകൂർ സർവകലാശാല. എന്നാൽ അത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജായി മാറിയത് 1957. അപ്പോൾ അതാണ് അവിടെ വന്ന വ്യത്യാസം. അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും 3 ഓപ്ഷനിൽ ഇതാ കിടപ്പുണ്ട്. only 3 മൂന്നാമത്തെയാണ് തെറ്റായിട്ടുള്ളതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് തെറ്റ്. നമുക്ക് ഒന്നുകൂടി പഠിക്കാനുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം എന്നാണ് 1875. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845.
കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1937. പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. വീണ്ടും ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന തന്നെയാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. ശരിയാണ്, അത് ശരിയായിട്ടുള്ളവയാണ്. അടുത്ത, യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. അതും ശരിയാണ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. കറക്റ്റാണ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓപ്ഷൻ ഡി 4-മത്തെയാണ്. ഉള്ളി 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ആൻസറായിട്ട് വരുന്നത്. മാവോ സേതുങ്ങിന് ശേഷം ഹുവാ ഗോങ് ഫെക് തെറ്റാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-ന്. 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് ആരാണ്? മാവോ സേതുങ് ആണ്. അപ്പോൾ ഇത്ര എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വച്ചേക്കുക. ഇനി ചോദിക്കുകയാണ്, സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. വീണ്ടും ചോദിക്കുന്നത് തെറ്റായ പ്രസ്താവന തന്നെയാണ്. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. അപ്പോൾ നമുക്ക് അവിടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ എന്താണ്? ആ ഒരു പ്രസ്താവന തെറ്റാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചതെന്നാണ് 1853 ഓഗസ്റ്റ് 25. 1853 ഓഗസ്റ്റ് 25-നാണ് ആര് ജനിച്ചത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അപ്പോൾ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 1 തെറ്റാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പ്രസ്താവന വായിക്കുമ്പോൾ തന്നെ എന്താണ് ആൻസർ കിട്ടും. ഇനി എന്തായാലും നമുക്ക് ബാക്കിയുള്ള ആൻസേഴ്സിലോട്ട് പോവാം. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. അതെന്താണ്? ശരിയാണ്. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്മനയിലാണ്. ശരിയാണ്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്മനയിലാണ്. ഇനി കേരളത്തിലെ ദേശനാമങ്ങൾ ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ജനിച്ചതെന്നാണ് 1853 ഓഗസ്റ്റ് 25-നാണ്. 1853 ഓഗസ്റ്റ് 25-നാണ് സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഇനി നോക്കാം, മോക്ഷപ്രദീപ ഖണ്ഡനം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ഓക്കെ, മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അതുപോലെ ശ്രീ ബാലഭട്ടാരക എന്ന് അറിയപ്പെടുന്നു. ശ്രീ ബാലഭട്ടാരക എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ കൃതി ഏതാണ്? മോക്ഷപ്രദീപ ഖണ്ഡനമാണ്. 2025 101-ാം സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. എത്രയാണ്? 101-ാം സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ഇത്രയാണ് ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഫാക്ട്സ്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ. 1. നാഗ്പൂർ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനം. ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം. ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം. സൂററ്റ് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. അപ്പോൾ ഇതിൽ ശരിയായ ജോഡികളാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് എല്ലാവരും ശരിയെന്നൊന്ന് നോക്കി പറയുക. നാഗ്പൂർ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനം ശരിയാണല്ലേ. നാഗ്പൂർ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനം അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് ശരിയാണ്. അടുത്ത് ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം ശരിയാണോ? തെറ്റാണ്. ബോംബെ സമ്മേളനത്തിലാണ് എന്ത് വന്നത്? ക്വിറ്റ് ഇന്ത്യ സമരപ്രഖ്യാപനം. ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരപ്രഖ്യാപനം. അപ്പോൾ നോർമലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലാഹോർ സമ്മേളനം തെറ്റാണ്. ലാഹോർ സമ്മേളനത്തിലാണ്
പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്? ലാഹോർ സമ്മേളനം 1929 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. അടുത്ത സൂററ്റ് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. അത് ശരിയാണ്. സൂററ്റ് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നവ 1ഉം 4ഉം ആണ്. നമുക്ക് ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം ആണ് ശരിയായിട്ട് വരുന്നവ. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഇവയെല്ലാം ഒന്ന് നോക്കാം. നാഗ്പൂർ സമ്മേളനത്തിൽ എന്താണ് പാസ്സാക്കിയത്? നിസ്സഹകരണ പ്രസ്ഥാനം. ബോംബെ സമ്മേളനത്തിലാണേൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കി. ലാഹോർ സമ്മേളനമാണേൽ പൂർണ്ണ സ്വരാജ് പ്രമേയം. സൂററ്റ് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിഭജനമാണ്. 6ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓസ്ട്രേലിയ. 7ാമത്തെ ചോദ്യം, സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി. ആൻസർ ഓപ്ഷൻ ബി ആണ് ഭൂഗർഭ ജലം. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായിയാണ് ഭൂഗർഭ ജലം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കാനഡ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യമാണ് കാനഡ. ഈ 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ്? 12 മണിക്കൂർ 25 മിനിറ്റാണ്. 12 മണിക്കൂർ 25 മിനിറ്റാണ് 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസമാണ്. 12 മണിക്കൂർ 25 മിനിറ്റ്. ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോവുക. ഇനി അതുപോലെ തന്നെ ശക്തമായ വേലിയേറ്റങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? വാവുവേലികൾ. ശക്തമായ വേലിയേറ്റങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? വാവുവേലികൾ. വാവുവേലികൾ. ശക്തമായ വേലിയേറ്റങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? വാവുവേലികൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യമാണ് കാനഡ. 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം 12 മണിക്കൂർ 25 മിനിറ്റാണ്. ശക്തമായ വേലിയേറ്റങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വാവുവേലികൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത നോക്കാം. കടുപ്പം കുറഞ്ഞ ധാതു ഏതാണ്? കടുപ്പം കുറഞ്ഞ ധാതു. ആൻസർ ഓപ്ഷൻ ഡി ആണ് ടാൾക്ക്. കടുപ്പം കുറഞ്ഞ ധാതു ഏതാണ്? ടാൾക്കാണ്. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ആൻസർ ഓപ്ഷൻ എ ആണ് സംവഹന വൃഷ്ടി. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴയാണ് സംവഹന വൃഷ്ടി. അടുത്ത ചോദ്യം, മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. ആൻസർ ഓപ്ഷൻ സി ആണ് മാംഗോ ഷവർ. മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയാണ് മാംഗോ ഷവർ. മാംഗോ ഷവർ. അതുപോലെ തന്നെ ഈ യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫൊന്നാണ്. ഓക്കെ, യൂറോപ്യൻ ചിനൂക്ക്. ഈ ചിനൂക്ക് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. യൂറോപ്യൻ ചിനൂക്ക്. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫൊന്നാണ്. ഓക്കെ, ഫൊന്നാണ്. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫൊന്നാണ്. ചിനൂക്ക് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഒരു ഉഷ്ണക്കാറ്റാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിര, വടക്കേ അമേരിക്ക മുതൽ റോക്കി പർവ്വതനിര വരെയാണ്. ഓക്കെ, വടക്കേ അമേരിക്ക മുതൽ റോക്കി, USA റോക്കി, അങ്ങനെ തന്നെ ഓർത്ത് വെച്ചേക്കുക. വടക്കേ അമേരിക്ക മുതൽ റോക്കി പർവ്വതനിര വരെയാണ് എന്ത്? ചിനൂക്ക്. എന്ന് നോക്കാം. കാൽബൈശാഖി. കാൽബൈശാഖി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നോർവെസ്റ്റർ. കാൽബൈശാഖി അറിയപ്പെടുന്നത് നോർവെസ്റ്റർ എന്ന് അറിയപ്പെടുന്നു. വെസ്റ്റ് ബംഗാളിലെ കനത്ത മഴയാണെന്ത്? കാൽബൈശാഖി. വെസ്റ്റ് ബംഗാളിലെ കനത്ത ശക്തമായ മഴയാണ് എന്തെന്നറിയപ്പെടുന്നത്? കാൽബൈശാഖി എന്നറിയപ്പെടുന്നത്. ഇത്രയും ഒരിക്കൽ കൂടി നോക്കാം. മൺസൂൺ കാലത്തിന് മുമ്പ് കേരള വേനൽ മഴയാണ് എന്തെന്നറിയപ്പെടുന്നത്? മാംഗോ ഷവർ എന്നറിയപ്പെടുന്നത്. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫൊന്നാണ്. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫൊന്നാണ്. അതുപോലെ തന്നെ ചുനൂക്ക് ഉഷ്ണക്കാറ്റാണ്. എവിടെ മുതൽ എവിടെ വരെയാണ്? വടക്കേ അമേരിക്ക മുതൽ റോക്കി പർവ്വതനിര. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതനിരയാണ്
അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചിനൂക്കുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. ഇനി കാൽബൈശാഖി എന്താണ്? കാൽബൈശാഖി അറിയപ്പെടുന്നത് നോർബസ്റ്റർ എന്നാണ്. വെസ്റ്റ് ബംഗാളിലെ, പശ്ചിമ ബംഗാളിലെ എന്താണ് ഒരു കനത്ത മഴയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? കാൽബൈശാഖി എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കാം, സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. PSC പല പ്രാവശ്യങ്ങളിലായി ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ആദിത്യ L1 ആണ്. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ISROയുടെ ആദ്യ സൗരദൗത്യമാണ് അല്ലേ? ISROയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? നിഗർ ഷാജിയാണ്. ആദിത്യ L1ൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജി. അതുപോലെ തന്നെ വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് PSLV C-57. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വിക്ഷേപിച്ച പേടകമാണ് ആദിത്യ L1. ISROയുടെ ആദ്യത്തെ സൗരദൗത്യമായിരുന്നു. പ്രോജക്റ്റ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ നിഗർ ഷാജിയാണ്. ഇനി നിക്ഷേപിച്ച തീയതി 2023 സെപ്റ്റംബർ 2. അതുപോലെ ഉപയോഗിച്ച റോക്കറ്റാണ് PSLV C-57. അപ്പോൾ ഇത്രയെന്ന് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്, M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? M വിശ്വേശ്വരയ്യ ആണ്. ഓക്കെ, M വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി. ഇവയെല്ലാമാണ്: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇനി ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ആൻസർ ഓപ്ഷൻ സി ആണ്, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത്. നമുക്ക് ഇവയെല്ലാം എന്ത് ചെയ്യാം? ഒരു കോഡിലൂടെ തന്നെ പഠിക്കാം. കോഡ് ഇതാണ്: ചോളവും ചണവും കിട്ടിയപ്പോൾ ഖാരിഫേ നിനക്ക് പള്ള്. ഖാരിഫേ നിനക്ക് പള്ള്, ബജോറ കാറ്. അപ്പോൾ ഇത്രയുള്ള കോഡ്: ചോളവും ചണവും കിട്ടിയപ്പോൾ ഖാരിഫേ നിനക്ക് പള്ള്, ബജോറ കാറ്. ചെറിയ തിരുത്തുണ്ടേ. ഓക്കെ, ചോളവും ചണവും കിട്ടിയപ്പോൾ ഖാരിഫേ നിനക്ക് പള്ള്, ബജോറ കാറ്. ഇങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചേക്കോ, അപ്പം തന്നെ നമുക്ക് എല്ലാം കിട്ടിക്കോളും. ചോളം ഖാരിഫ് വിളയാണ്, ചണം ഖാരിഫ് വിളയാണ്. അടുത്ത് ഖാരിഫ് വിള എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഖാരിഫ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നിനക്ക്, നീ, നിലക്കടല. അടുത്ത നാ വീണ്ടും ഉണ്ട്, നെല്ല്. അപ്പോൾ ചോളം, ചണം ഖാരിഫ് വിളയാണ്. നിലക്കടല, നീ എന്താണ്? നിലക്കടല, നെല്ല്. അടുത്തെന്താണ്? പള്ള്, പരുത്തി. പരുത്തിയാണ്. എള്ള്, പരുത്തി, എള്ള്. പിന്നെ എന്താണ്? ബജ്ര, ജോവർ, റാഗി. ഓക്കെ, ബജ്ര, ജോവർ, റാഗിയാണ്. അപ്പോൾ ചോളവും ചണവും കിട്ടിയപ്പോൾ ഖാരിഫേ നിനക്ക് പള്ള്, ബജ്ര, ജോവർ, റാഗി. ഇത് ജോവറിൻ്റെതാണേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ: ചോളം, ചണം, നിലക്കടല, നെല്ല്, പരുത്തി, എള്ള്, ബജ്ര, ജോവർ, റാഗി. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കുക.
ഇനി ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ കാലഘട്ടം ഏത് മുതൽ ഏതുവരെയാണ്? 1960 മുതൽ 1970 വരെയാണ് ഒന്നാം ഘട്ടം. അതുപോലെ 1970 മുതൽ 1980 വരെയാണ് രണ്ടാം ഘട്ടം. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ കാലഘട്ടങ്ങളാണ് 1960 മുതൽ 70 വരെ ഒന്നാം ഘട്ടവും 70 മുതൽ 80 വരെ രണ്ടാം ഘട്ടവുമാണ്. അതൊന്ന് ഓർക്കുക. ഇനി ഹരിത വിപ്ലവം മെക്സിക്കോയിൽ ആരംഭിച്ചതെന്നാണ് 1944. ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മെക്സിക്കോയിലാണ്. മെക്സിക്കോയിൽ ആരംഭിച്ച വർഷമാണ് 1944. മെക്സിക്കോയിൽ എന്നാണ് 1944 ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? അത് പഞ്ചാബിലാണ്. ഓക്കെ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബിലാണ്. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് MS സ്വാമിനാഥനാണ്, തമിഴ്നാട്ടുകാരനാണ്. ഓക്കെ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? MS സ്വാമിനാഥനാണ്, തമിഴ്നാട്ടുകാരനാണ്. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹരിത വിപ്ലവ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യം ഏതാണെന്ന് PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം എന്താണ്? ഗോതമ്പാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ കാലഘട്ടങ്ങൾ 1960 മുതൽ 70 വരെ ഒന്നാം ഘട്ടവും 1970 മുതൽ 80 വരെ രണ്ടാം ഘട്ടമാണ്. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ്. എന്നാൽ ഹരിത വിപ്ലവം ആദ്യമായിട്ട് തുടങ്ങിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെക്സിക്കോയാണ്. വർഷം 1944. 1944 ഇനി ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. 2022-23 ഇന്ത്യയിൽ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. അപ്പോൾ 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമായിരുന്നു സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ആൻസർ ഓപ്ഷൻ എ ആണ്, 38. 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38 ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? തെറ്റ് അടിവരയിടുക. 1. ഭരണഘടനയുടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. അത് ശരിയാണ്. ഭരണഘടനയുടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതുകൊണ്ടാണ് ശരിയാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. അതും എന്താണ്? ശരിയാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ ഒരു സമ്മേളനത്തിൽ വെച്ചാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. അതെന്താണ്? തെറ്റാണ്. കാരണം ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. നമുക്കപ്പോൾ തന്നെ ഉറപ്പിക്കാം, ഓപ്ഷൻ ബി ഇവിടെ കിടപ്പുണ്ട്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം തയ്യാറാക്കിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ശരിയാണ്. ഓക്കെ, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഇതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്.
OCAയുടെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതുമാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ്. ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. രണ്ടാം ഭാഗത്ത് 6 മുതൽ 11 വരെയുള്ള വകുപ്പുകളിൽ എന്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. അത് ശരിയാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1, 2, 3, 4 ശരി. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യം ഇല്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ വീഡിയോയിലുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോകുക, അറിയാത്ത പോയിന്റ്സ് ഒക്കെ എഴുതി വയ്ക്കുക. ഒന്നുകൂടി തറവാനായിട്ട് വീഡിയോ ഒന്നുകൂടെ ഒന്ന് സ്പീഡിൽ 2x സ്പീഡിലോ 1.5 സ്പീഡിലോ ഇട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.